ഒട്ടും ആശാസ്യമല്ലാത്ത വാർത്തകളാണല്ലോ കഴിഞ്ഞ കുറേ നാളുകളായി മലയാള സിനിമാ മേഖലയിൽ നിന്നും കേൾക്കുന്നത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ച് ചില നടിമാരെങ്കിലും തുറന്നു പറയുവാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ രംഗത്ത് എത്രയോ നാളുകളായി സ്ത്രീകൾ നേരിടുന്ന ആ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത്. സിനിമാ മേഖലയിൽ നിന്നുമുള്ള സ്ത്രീകളുടെ പരാതിയിന്മേൽ സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനവും അന്വേഷണ കമ്മീഷന്റെ ആ മികവുമാണ് സിനിമാ മേഖലകളിലെ ചില അറപ്പ് ഉളവാക്കുന്നതും ഭയാനകവുമായിട്ടുള്ള ചില വസ്തുതകൾ ഇവിടെ പുറത്തു വന്നത്. സിനിമാ രംഗത്തെ ലൈംഗിക താല്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നുവെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പൊതുവെ പറയപ്പെടുന്നതാണെങ്കിലും ഇത്രയേറെ അരാജകത്വമാണ് മലയാള സിനിമയിൽ അരങ്ങേറുന്നത് എന്നുള്ളത് അത് വ്യക്തമായത് ചില നടിമാരുടെ ആ തുറന്നു പറച്ചിലുകൾ തന്നെയാണ്. മറ്റാരേക്കാളും കൂടുതൽ സ്വാതന്ത്ര്യവും സ്വീകാര്യതയും ഒക്കെ അങ്ങനെ ലഭിക്കുന്നവരാണ് സിനിമാക്കാർ എന്നതാണ് പലരും ഇത് ദുരുപയോഗം ചെയ്തിരുന്നത്. സിനിമാ സെറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കുവാൻ പോലും ഇവിടെ ഇത്രയും നാൾ ആരും തന്നെ മുതിർന്നിരുന്നില്ല. അതുതന്നെയാണ് പലരും മുതലെടുത്തിരുന്നതും. സിനിമയിലെ ആ തുറന്നു പറച്ചിലിൽ പ്രതിക്കൂട്ടിലായത് മലയാള സിനിമയിലെ ഏറെ ആരാധകരുള്ള പ്രമുഖ നടന്മാരും സംവിധായകരുമൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് ഏറെ വിരോധാഭാസമായി മാറിയത്. മാത്രമല്ല, സിനിമാ മേഖലയിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ വരെ ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നു എന്ന വാർത്തകളും ഏറെ ആശ്ചര്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇപ്പോഴിതാ മലയാള സിനിമാ രംഗം മുഴുവൻ ലഹരിയിൽ മുങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ അത് തെളിവ് സഹിതം പുറത്തു വരുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ഈ നാട് എന്ന ചോദ്യം ഏറെ ഭയാശങ്കയുണ്ടാക്കുന്നതാണ്. പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന പുതുനടന്മാർ അവരുടെ ആ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ അതൊക്കെ കാണുമ്പോഴേ തിരിച്ചറിയാം ഇവന്മാരെല്ലാവരും തന്നെ നോർമൽ അല്ല എന്ന്. എന്നിട്ടും ഇവിടുത്തെ അധികാരികളും സിനിമാ സംഘടനകളും ഒന്നും തന്നെ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണ്. ഇപ്പോൾ കഞ്ചാവ് എന്ന മയക്കുമരുന്നുമായി പിടികൂടപ്പെട്ടിരിക്കുന്നത് പ്രമുഖ നടന്മാരും പ്രമുഖ സംവിധായകരും ചലച്ചിത്ര രംഗത്തെ മറ്റു പല പ്രമുഖരുമാണ്. ഇവരെയെല്ലാം ഫ്ളാറ്റുകളിൽ നിന്നും പിടികൂടുമ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് പോലുള്ള വളരെ മാരകമായ മയക്കുമരുന്നാണ് ഇവരുടെ കൈവശമുള്ളത്. എല്ലാവരും തന്നെ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നവരുമാണ്. ഈ അടുത്ത കാലത്തായാണ് രാസലഹരിയെ ഒഴിവാക്കി ഹൈബ്രിഡ് കഞ്ചാവിലേക്ക് പലരും വഴിമാറിയിട്ടുള്ളത്. ചിന്തകളെ ഇങ്ങനെ സ്വാധീനിക്കുവാനും മണിക്കൂറുകളോളം ഊർജ്ജസ്വലനായി നിൽക്കുവാനും സാധിക്കുകയാണ് ഇത് ഉപയോഗിച്ചാൽ. പക്ഷേ പിൽക്കാലത്ത് സംഭവിക്കുന്ന ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ചൊന്നും ആരും ബോധവാന്മാരുമല്ല. നല്ല കഥ എഴുതുവാനും നല്ലവണ്ണം അഭിനയിക്കുവാനും നല്ല രംഗപടം തയ്യാറാക്കുവാനും കഞ്ചാവ് പോലുള്ള ഈ ലഹരി വസ്തുക്കൾ കൂടിയേ തീരുവെന്ന് ഇന്ന് സിനിമാ രംഗത്തെ പ്രമുഖർ കരുതുമ്പോൾ ഈ രംഗത്തേക്ക് പുതിയതായി കടന്നു വരുന്നവർക്ക് അത് പിന്തുടരുകയുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ മെസ്സേജ് തന്നെയാണ് സമൂഹത്തിനായി നൽകുന്നത്. സിനിമയിൽ സെൻസർ ബോർഡിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഷൂട്ടിംഗ് സെറ്റുകളിലും മറ്റും ലഹരിമുക്ത സംവിധാനങ്ങൾ ഉണ്ടാകുന്നതാണ് നല്ലത്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ ബോധത്തിൽ ഊന്നിയ നല്ല ചലച്ചിത്രങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാകും. അക്രമത്വര മാത്രമുള്ള ചിത്രങ്ങൾ ഒഴിവായി നല്ല നല്ല മെസ്സേജുകൾ അത് യുവതലമുറയ്ക്ക് കൊടുക്കാവുന്ന സിനിമകൾ ഇവിടെ ഉദിക്കുകയും ചെയ്യും.